Can mark. Okay. All of you mark your attendance now. All of you mark your attendance now. I'll take a video on that. Aradhya. Delvin phone sir. Aradhya. Video on the list. Aradhya, are you there? Yes, miss. Okay, turn on your camera. Turn on your camera. Okay. So, yes. Did you mark your attendance? Yes or no? Yes, miss. Yes. Okay. Okay, all of you. Now, take your GK textbook. Let's do that. Okay. So, who is this? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി നിർത്തിയത് ഓർക്കുന്നുണ്ടോ? Did we start this lesson animals of the desert? നമ്മൾ തുടങ്ങിയോ? Miss, page number. Wait, page number 40. 40. 40 is the page number. Okay. Miss, ഒന്നും ക്ലിയർ ആയില്ല ഇപ്പം പറഞ്ഞത്. Page number 40. Clear ആയോ? Page number 40. And I think we completed the first one. SLS. Complete ആയോ? നമ്മൾ എവിടെ വരെയാണ് ചെയ്തത്? SLS Fennec Fox complete. Fennec Fox. അത് എഴുതിയോ? Yes. പിന്നെ എവിടെ തൊട്ടാ ഉള്ളത്? ഹോംവർക്ക് ആയിരുന്നോ? ഡെൽവിൻ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. വേറെ ആരെങ്കിലും ഒന്ന് പറയോ? ബാക്കി ഹോംവർക്ക് ആയിട്ടാണോ നിങ്ങൾക്ക് ഞാൻ തന്നത്? ആണോ? അതോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാന്നാണോ പറഞ്ഞത്? ആരും ഓർക്കുന്നില്ലേ? Okay, can you hear me? Is there any problem with my audio? No, miss. Okay, no. Just, do you have any problem with your camera? Yes, miss. Okay. Delvin, turn on your camera. Delvin. Okay, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയാണ് സ്റ്റോപ്പ് ചെയ്ത്? ആരെങ്കിലും ഒരാൾ പറ. ഞാൻ ഓർക്കുന്നില്ല എവിടെയാണ് നമ്മൾ നിർത്തിയത്. ആതിര, എവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എത്തിയത്? ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് വൺ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെ? മിസ് ഇത് ഹോംവർക്ക് ആണ്. ഞാനിപ്പോ പിന്നെ മിസ് അന്ന് ഇട്ട പിന്നെ വോയിസ് ഞാൻ ഇപ്പൊ നോക്കി. അന്നേരം മിസ് അത് പറഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് ആണെന്ന്. ഹോംവർക്ക് ആയിരുന്നു. ഓക്കെ, then did you complete your homework? Okay, then show me. Show me. Show me. Show me your textbook. Page number 40. Joel, page number 40. ഞാൻ പറയുന്ന ക്ലിയർ ആവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാൻ പറ്റുന്നില്ല? No. It may be your network issues. Okay. And Adira? മിസ് Sri Vishnu? Okay, എന്തെങ്കിലും ഞാൻ പറയുന്ന ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിന്റെ ഇഷ്യൂസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ശ്രീ വിഷ്ണു എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. Okay, Halima, where is your homework? Halima, where is your homework? Complete homework ചെയ്തോ ഇല്ലയോ? Halima, only first one.
ഹലീമ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ട് പറ. അവിടെ നിന്ന് ആക്ഷൻ കാണിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഹോംവർക്ക് ചെയ്തോ? Okay, what about Sri Vishnu? Then Shanif. Where is your homework? കഴിഞ്ഞ ക്ലാസ് കേറിയിട്ടില്ല. കുറെ ആൾക്കാർ ഇത് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഹോംവർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതിന് മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. അതിര വെരി ഗുഡ്. സോ ലെറ്റ്സ് ഡു ദാറ്റ് ആക്ടിവിറ്റീസ് നൗ. ആ ഹോംവർക്ക് നമുക്ക് ഇപ്പൊ ചെയ്യാം. ഇപ്പൊ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാം. ഐ തിങ്ക് ദ ഫസ്റ്റ് വൺ ഈസ് ഫിനിഷ്ഡ്. പേജ് നമ്പർ 40 അല്ലേ? 40. പേജ് നമ്പർ 40. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ എടുക്കുന്നില്ല ഞെട്ടുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആനിമൽസ് ഓഫ് ദ ഡെസേർട്ട് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ റിമൈനിങ് ആക്ടിവിറ്റീസ്. ഓക്കെ ഓക്കെ, എഴുതിയ കുറെ ആൾക്കാർ ആബ്സെന്റ് ആയിരുന്നു, ലീവ് ആയിരുന്നു, എഴുതാത്തവരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ബാക്കി ആക്ടിവിറ്റി. ഓക്കെ ഓക്കെ ദെൻ ഓക്കെ, എങ്ങനെയാണ് ആൻസർ പറഞ്ഞു? സെക്കൻഡ് വൺ I think we complete. I think we have finished the first one. Guess full confusion ആണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ആതിര ഞാൻ വായിക്കപ്പോ ആതിര എന്റെ കറക്റ്റ് ആൻസർ പറയണം ഫസ്റ്റ് വണ്ണിന്റെ. ഓക്കെ, Deserts are found in many deserts and this is the Chingara. This is the Chingara. Chingara is the answer there. This is the Chingara or the Indian gazelle. Just over 2 feet tall. It's the smallest antelope in Asia, but its horns can be over a foot long. Other Spices. no, that is species. Species nanu paraya. Species. Other species of the desert gazelles include the springbok, dorcas, adra, dama, and oryx. Okay, there is Chingara and species are the answers there. Okay, then second one, fennec fox. The smallest fox in the world is less than 2 feet long and weighs up to 1.5 kilograms. It has large ears. Very good. Large ears, very good. That help it to keep cool. Yes, that help it to keep cool. It is found in the Arabian and the Sahara. Yes, Sahara deserts. It is found in the Arabian and Sahara desert and spends a lot of time Underground. Spends a lot of time underground. ആരാധിക്ക് നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും അവിടെ. Alan Benny, turn on your camera. Alan Benny, turn on your camera. Alan Benny, are you there? Alan Benny, can you hear me? Miss, tell me across. ഇപ്പൊ പറഞ്ഞില്ലേ ഈ വൂള് എന്നാണോ അതിന്റെ സ്പെല്ലിംഗ് അറിയോ? ഇത് ക്ലിയർ ഇല്ല ആ ഫസ്റ്റ് സ്പെല്ലിംഗ്. Cool, COOL. 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 Okay. Alan, are you there? Okay, Shanif, turn on your camera. Shanif, അത് കുറെ ആൾക്കാരുണ്ട്. എത്ര പറഞ്ഞാലും ക്യാമറ ഓൺ ആക്കാത്ത ആൾക്കാര്. ക്യാമറ ഓൺ ആക്കിയാൽ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. ഷാനിഫ് എവിടെയാ പോയത് ക്യാമറ ഓഫ് ആക്കിയിട്ട്? ആരാധ്യ, ടേൺ ഓൺ യുവർ ക്യാമറ. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണോ ക്യാമറ ഓൺ ആക്കുന്നത്? ഷാനിഫ് ക്യാമറ ഓൺ ആക്കിയാൽ അറ്റൻഡൻസ് തരൂല കേട്ടോ. ക്യാമറ ഓഫ് ആക്കിയിട്ട് അവിടെ ഇരുന്നു, അറ്റൻഡൻസ് ഇല്ല. അലൻ ബെന്നി മാത്യു, ടേൺ ഓൺ യുവർ ക്യാമറ. റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് പറയണം. അതിനാണ് അലനെ ഞാൻ കുറെ നേരമായി വിളിക്കുന്നു. അലൻ ക്യാൻ യു ഹിയർ മീ ചോദിച്ചിട്ട്.
ക്യാമറ ഓഫ് ആക്കുന്ന ഒരാൾക്ക് പോലും ഞാൻ ഇന്ന് അറ്റൻഡൻസ് തരില്ല. Okay. Then third one, two creatures of the Thar desert. Two creatures of the Thar desert. First one, this is a dash. Spiny tail lizard. Yes, this is a dash. That is spiny tailed. Spiny tailed. That word spiny tailed is given in the box below. Spiny tailed lizard. Adult members are between 25 and 30 centimeter long. Adult members are between 25 and 30 centimeter long. These herbivorous lizards dig burrows and live in colonies. They are endangered because people kill them for their meat. Okay, then B, this is an dash eagle. Indian spot. Indian spotted. Indian spotted is the word there. This is an Indian spotted eagle. And it is one of the many dash that live in the Thar. One of the many, yes. It is one of the many raptors. Raptors. Raptors means the birds which hunt their prey. It is feed on vertebrates. അതായത് ഇര തേടി ഭക്ഷണം കണ്ടുപിടിക്കുന്ന ബേർഡ്സിനെയാണ് റാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Just like eagle. Okay. It is one of the many raptors that live in the Thar, including various harriers, falcons, buzzards, kestrels, and vultures. Other birds include cream-colored coursers, sandgrouse, and black-crowned sparrowlarks. Okay, then fourth one, some animals of Australian desert. Some animals of Australian desert, due to its dash isolation. Geography. Yes, geographic is the word there. Due to its geographic isolation, Australian deserts have animals that are not found anywhere else. These include a variety of dash. Variety of dash. അത് പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ Marsupials. Marsupials. Yes. These include a variety of marsupials. Marsupials means animals having a pouch like kangaroo. Okay. Or okay. Marsupials or animals that carry their young in a pouch. Okay. Then the best known of these is the dash. Kangaroo. Kangaroo. Yes, kangaroo is the answer there. And there are also many unique dash, such as this thorny devil. Many reptiles. Okay, and what is a reptile? What is a reptile? You may have studied in your science. Reptile. Yeah, Jandukar. They are reptiles. So there are also many reptiles such as this thorny devil. Okay, and that activity is completed. You have any doubt? No. No doubt. So let's go to the next page. That is nature nurtures. Nature nurtures. മിസ്സേ എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റത്തില്ല. ഞാൻ പുറത്താ മിസ്സേ. Okay, Shivana. No problem. Okay. ആരോമിൽ വല്ലതും കേട്ടായിരുന്നു ഇവിടെ പറയുന്നത്? ആരോമിൽ എന്താ ക്യാമറ ഓൺ ആക്കിയ പ്രശ്നം? ആരോമിൽ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഇല്ല, ഒന്നുമില്ലല്ലോ. ആരോമിൽ can you hear me? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുകയും വേണ്ട. ആരോമിൽ ക്ലാസ്സിന് ഇടയ്ക്ക് ലെഫ്റ്റ് ആയിരിക്കും. ആരോമിൽ എന്തായാലും അറ്റൻഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ്, in addition to providing us with food, plants also keeps us healthy. That is, in addition to providing us with food, the plants also keeps us healthy. Read the clues and scramble the letters to get the names of these plants. So here are some uses of the different parts of plants are given here. So we have to find out the name of the words, name of the plants. Okay, so plants provide us food and plants also keeps us healthy. Plants food മാത്രമല്ല, plants ന്റെ പല parts നമുക്ക് പല uses ഉണ്ട്. So a plant
in its full form is very useful in various forms. Okay, so the first one, apart from having a cooling effect, a paste of its leaves gives a reddish color to our hands. And find the name of that, which one? മൈലാഞ്ചി. മൈലാഞ്ചി തന്നെയാണ്. മൈലാഞ്ചി തന്നെയാണ്. Henna, very good. And we use this henna during various occasions like festivals, during our wedding. We use henna to design our hands. Okay. So apart from having a cooling effect, the paste of its leaves gives a reddish color to our hands. That's a speciality of this henna plant. Okay. And next one, its leaves have very. അപ്പൊ നിങ്ങൾ അവിടെ നിന്നൊരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ഹെന്നയുടെ ലീഫാണ്. പക്ഷെ ഹെന്നയുടെ ലീഫിന്റെ ഫോട്ടോ അല്ലത് അതിനടുത്ത് കൊടുത്തിരിക്കുന്നു. Okay. Yes, that's neem. That's neem. Neem leaves. Next, second one. Its leaves have very strong antibacterial properties. Apart from the other uses, it is also used in herbal soaps. Herbal soaps. Neem. Not only herbal soaps and face wash. Sometimes it is also used for some hair oils also. This is in hair oils too. Neem. So it has a great medicinal use. Its leaves have very strong antibacterial properties. That's why we are using this for many medicinal purposes. Okay. Then third one, the beans from this tropical tree gives us a nutritious substance that we drink with milk. The beans from cocoa. Very good. Cocoa fruit. Yeah, cocoa. What is the spelling of cocoa? COCOA. Yes, COCOA is the spelling of cocoa. COCOA. Okay. Have you ever eaten this fruit, cocoa fruit? Adra. Then No, miss. which one? Delvi? ചോക്ലേറ്റ് കുരു കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. Yes. Cocoa is used for making the chocolate. And how is it taste? Or how does it taste? ഒരു മധുരമെല്ലാം ആയിട്ടുണ്ട്. മധുരം പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന വേറെ ഏതെങ്കിലും ഫ്രൂട്ടുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്? ലൈക്ക് ബനാന പോലെ എങ്ങനെയാണോ? നോ. Yeah, but its texture ആണ് ചോദിച്ചത്. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് ആയിട്ടുള്ള പോർഷൻ ബനാന പോലെ എങ്ങനെയാണോ? ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിക്കുന്നു. എനിവേ ഓക്കെ, നിങ്ങളുടെ വീട്ടിലുണ്ടോ അത്? ആവുമ്പോൾ എനിക്കൊരെണ്ണം കൊണ്ട് തന്നെ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. Its root is dried, ground, and added to food. It is a powerful antiseptic and also acts as a healer. It's a root. Friends, it's a root. It is dried, ground, and added to food. Some people apply this root. There is a cream. The taste of this. Yeah, turmeric. Turmeric. Yes. Some people apply the cream or the paste of this root on their face to improve their beauty. Okay. Yes, it's a root, dried, ground, and added to food. It is a powerful antiseptic and also acts as a healer. Turmeric. This root also have a medicinal value. Then fifth one. A strong smelling resin is obtained by making cuts on its roots, and it is a useful remedy for indigestion. That is, it's a useful remedy for many digestive problems, indigestion, and is used to flavor food also. Which plant is that? It's not easy to find its name because
That may be a new term to you. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വേർഡാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഗസ്റ്റ് ചെയ്യാൻ കുറച്ച് ടഫ്. Asafoetida. Yes. How did you get the answer, Justice? അത് അങ്ങനത്തെ ഒരു സാധനം കേട്ട് പരിചയമുണ്ട്. Or by just looking at the back of your textbook? നോ മിസ്, എനിക്ക് അങ്ങനെ സാധനം പരിചയമുണ്ട്. Then what is asafoetida? Asafoetida is the answer. The spelling is Asafoetida. 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 Then what is asafoetida? What is the Malayalam meaning of this word, asafoetida? ഇത് മറ്റേ പിന്നെ നമ്മൾ പുളിശ്ശേരിയെല്ലാം വെക്കുമ്പോ ഇടുന്ന സംഭവം. പുളിശ്ശേരിയിൽ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സാമ്പാർ. സാമ്പാർ വെക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നുകൂടെ ഒന്ന് പറയാം മിസ്. മിസ് കായമാണോ മിസ്? കായം. കായമാണ്. കായം. അസഫേറ്റഡ which means കായം. കായം നിങ്ങൾ സാമ്പാർ ഇടുന്നു പറഞ്ഞപ്പോ മനസ്സിലായതാ. സാമ്പാർ ഇടുന്നു പറഞ്ഞപ്പോ മനസ്സിലായി. Yes, that is കായം. Asafoetida, spelling is Asafoetida. 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 Okay. So, ക്ലിയർ ആയി കേൾക്കുന്നില്ല മിസ്, ഒന്നും കേൾക്കുന്നില്ല. Aradhya, it may be due to your network issues because others don't have any problem. Asafoetida. 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 Okay. Asafoetida is the answer. Joel എന്താ? Joel ഒന്നും എഴുതുന്നില്ലേ? എഴുതി മിസ് അല്ലേ? Then show me. Show me your textbook. Let me check. തലയും കുത്തിപ്പിടിച്ചാണ് എനിക്ക് മനസ്സിലാവുമോ? കറക്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ക്യാമറ എടുത്തുകൊണ്ട് കാണിച്ച കുറച്ചും കൂടെ സൂം ചെയ്യട്ടെ. നോട്ട് ലൈക്ക് ദാറ്റ്. ബാക്കി ഫുൾ കംപ്ലീറ്റ് ആക്കിയോ? ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ കംപ്ലീറ്റ് ആക്കിയോ? Don't do that. Okay. Don't repeat that. Okay. So asafoetida is the answer, which means kayam. Sixth one, this small green herb gives us menthol, and it is largely used in medicines for stomach disorder, in cough drops, and in mouthwash. Mint. Yeah. Mint. Very good. Mint. പുതിനയില. അത് തന്നെ, പുതിനയില. Mint means പുതിനയില. അഫ്രാസ് MTP എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള പേര് വെച്ചിരിക്കുന്നത്? അഫ്രാസ് MTP ജോയിന്റ് ലെഫ്റ്റ് എന്നൊക്കെയാണല്ലോ സൂമിന്റെ പേര് വെച്ചിരിക്കുന്നത്. അഫ്രാസ് MTPയുടെ പേര് അഫ്രാസ് MTP ജോയിന്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സൂമില് കൊടുത്തത്. അങ്ങനെ കൊടുത്തതെന്ന് നിശ്ചയിച്ചത്. അഫ്രാസ് MTP എന്ന് പറയും. ജോയിന്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണോ? ഓക്കെ, ഇപ്പൊ ഓക്കെ. Okay. Next one, seventh one. India is the largest producer of this, and it is referred to as a universal medicine. Okay. And it causes indigestion, nausea, cough, fever, and constipation. It cures many diseases. Yes, ginger. Okay. Eighth one, a paste of this is used to treat skin problems, headaches, fever, and inflammation. It is also used in agarbattis. ചന്ദ്രത്തടി. Yeah, Chandranatadi. Sandalwood. Okay, Jeeva, did you complete the works earlier? നേരത്തെ ജീവ എല്ലാം എഴുതി വെച്ചോ? ചെയ്തോ? അതൊന്നും ചെയ്യുന്നില്ലേ?
ഇപ്പോഴാണോ ചെയ്യുന്നത് അതോ നേരത്തെ ചെയ്തോ അതോ വെറുതെ ഇരിക്കുവാണോ? Tell me. Unmute and say. ജീവൻ മുങ്ങി. മുങ്ങുന്ന ആൾക്കാരെല്ലാം സ്കൂള് തോന്നിട്ടുണ്ട്. എല്ലാം മുങ്ങുന്ന ആൾക്കാരെ കാണിച്ചു. Okay. 8th one sandalwood. Then 9th one, it is used both as a herb and as spice. It's a common ingredient in many curries, and it helps to control diabetes. And it uses both as a herb and as spice. The common ingredient in many curries. It helps to control diabetes. Coriander ആണോ? No, coriander not a C illallo. A letters with C illallo. It's not coriander. Fenugreek. Fenugreek. What is fenugreek? ജീരക. Not jeeraga. Just say searching somewhere. He's searching somewhere to find the meaning of this word. Fenugreek means uluva. Uluva. Kettilla? Yes. So now you learn many new terms like asafoetida, fenugreek. Okay, baaki ella ningalku ariyavuna terms alle. So ningal daily conversation you can use these new terms in your day-to-day life conversations. Like when you go to kitchen, you come and do കുറച്ച് asafoetida എടുക്കൂ അമ്മ, നമുക്ക് സാമ്പാറിൽ കുറച്ച് asafoetida ആഡ് ചെയ്യണ്ടേ. And അപ്പൊ നമ്മൾ asafoetida എന്ത് സാമാന്യം എന്തേ പറയുന്നു ചോദിക്കും. അതുപോലെ തന്നെ ഫെനുഗ്രീക്ക് യൂസ് ചെയ്യാം. അമ്മ നമുക്ക് ഇന്ന് ഫെനുഗ്രീക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം നിർത്തിച്ചാലോ, അല്ലെ ഫെനുഗ്രീക്ക് ഇടുന്നില്ല അമ്മ കറിയിലൊന്ന് ചോദിച്ചൂടെ. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാം യൂസിങ് ദീസ് ന്യൂ ടേംസ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് യു ഹാവ് നോ ഡൗട്ട്സ് ഫ്രം ദിസ്. ഓക്കെ, അവസാനത്തെ വേർഡിന്റെ അർത്ഥം എന്തായിരുന്നു? ഉലുവ. കേട്ടിട്ടില്ല? ഉലുവ. That is fenugreek. Okay. So let's go to the next activity. Page number 42. Forest, a gift of nature. Forest, a gift of nature. Arjun, where is your textbook? Show me. ഇപ്പൊ ചെയ്ത വർക്ക്സ് ഒന്ന് കാണിച്ച അർജുൻ. കറക്റ്റ് ആയിട്ട് കാണിക്ക്. ഒരു കാര്യം ചെയ്യാം അർജുൻ, ഇപ്പൊ ക്യാമറയിലാണോ ഫോണിലാണോ ഇപ്പൊ ക്ലാസ് കൂടുന്നത്? ക്യാമറ കയ്യിലെടുത്തിട്ട് ക്യാമറ തിരിച്ച് എന്നിട്ട് കാണിച്ചേ. അങ്ങനെ കാണിക്കണ്ട. കറക്റ്റ് ആയിട്ട് കാണിക്ക അർജുൻ. എവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അതല്ല, നെക്സ്റ്റ് പേജ് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചേ. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും കാര്യത്തിൽ അർജുൻ ഒന്നുകൂടെ, ഇവിടെ നെറ്റിന്റെ ഒരു ചെറിയ സ്റ്റക്ക് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല. വൺസ് മോർ. അർജുൻ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? ഇതല്ല അർജുൻ, നോട്ട് ദിസ് പേജ്, പ്രീവിയസ് പേജ്, പേജ് നമ്പർ 41. പേജ് നമ്പർ 41 കുറച്ച് സൂം ചെയ്ത് ക്ലിയർ ആയിട്ട് കാണിച്ചേ. അർജുൻ ഒരു വർക്കും അവിടെ ചെയ്തിട്ടില്ല. എഴുതിയിട്ടുണ്ടോ? പെൻസിലും കൊണ്ടാണ് അർജുൻ എഴുതുന്നത്? പേനയും കൊണ്ട് ജികെ ടെക്സ്റ്റ് എഴുതിക്കൂടെ? ഓക്കെ, ഇനി പെൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി പെൻ, നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാരല്ലേ, പെൻസിലൊന്നും യൂസ് ചെയ്യണ്ട. യു കെൻ യൂസ് എ പെൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. That is page number 42. Forest, a gift of nature. Forest, a gift of nature. Okay.
an important gift of nature and they give us many useful things. They also provide shelter to animals. Hidden in this word search are the names of some forests. Read the clues and write the names. And did you studied about the different types of forest in social or science or any other subject? പഠിച്ചിട്ടുണ്ടോ? Types of forest പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. Yes, Miss. Geography. Geography. Okay. അപ്പം ഈസിയാണ്, നോ പ്രോബ്ലം. And അപ്പം ഫോറസ്റ്റിന്റെ യൂസസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല because you already learned it. Page number Amazon 42. rainforest is known as 42. So let's find out the names of the forest first. Okay. This is our word box. So we have to find out the name of the forest. Starting from the one. These forests are mostly found in desert areas and they can survive without water for a long time. What type of forest is this? The forest found in desert areas and they can survive without water for a long time. You remember? Thorn. Yeah, which one? Thorn. Thorn. Then find the word thorn in this box. Thorn. Thorn. Where is It's thorn? FOUN. Yes. Okay, Adira, the raise it. Okay. Is thorn. Thorn is the thorn is here in this box. Thorn. Okay, so thorn ഇവിടെ നിങ്ങൾ സർക്കിൾ ചെയ്താൽ മാത്രം പോരാ. You have to write this thorn in that blank too. ഒരു ബ്ലാങ്ക് വന്നിട്ടില്ലേ, അവിടെ എഴുതണം thorn. THOR. Okay. The next one, second one. These forests are mostly found in the higher regions of the Himalayas and they are also called coniferous forests. The forest found in the higher regions of Himalayas. Which one? Mountain. Okay, where is it? Yes, very good. Then you can erase that. Yes. Mountain. Yes. Then write mountain in the blank too. Mountain and blank too. Then third one. These forests are mostly found in deltas of rivers and in areas which are flooded by sea water. These forests mostly found in the deltas of rivers and in areas. Tidal. Okay, where is it? Tidal, where is it? Where is tidal? Yes, very good, Justice and Adra. You can erase your markings. Okay. Wait. Yes. Tidal. Then write tidal in the blank tube. Then fourth one. These forests do not shed their leaves and they remain green throughout the year. These forests do not shed their leaves. Rainforest. Which one? Not rainforest. Evergreen. Yes. Then where is that word evergreen? Here. Oh, very good, Delvin. Very good, Adra. Very good. Okay, very good, Justice. Okay. And can you? Blue are there. Blue Delvin alle. Okay, anyway, you can erase your markings. Okay, anyway, you can erase your markings. നിങ്ങളെ വരച്ച സ്ഥലമല്ല, നെക്സ്റ്റ് ഞാൻ വരുമ്പോൾ അതിവിടെ കാണും. നിങ്ങൾ ചെയ്തത് നിങ്ങൾ തന്നെ erase ചെയ്യണം. That's my rule. Okay. Next, that is evergreen. Okay, anyway, the fifth one, last one.
These foresters are less luxuriant and shed their leaves only once a year during the dry season to conserve water. Tedious. Yeah, deciduous. Where is deciduous? Here. Oh, very good, Adra. Very good, Afras. Oh, very good, Justice. Very good. Yes, all of you raise your markings. Okay, yes. Deciduous. Deciduous. Ah, Delvin, very good. Deciduous. That is the answer. So all of you write the answer, mark the answer, write the answer, okay. And any doubt? No. So, നമ്മുടെ class ഇപ്പൊ തീരും. We have only less than 1 minute. Okay. So, I'm going to stop sharing. So, see you in the next class. Bye. Have a Bye, good miss. lunch. Have a good lunch. Okay. Bye. Bye. all.